ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 2 ഓഫ് റോഡ് വണ്ടികളായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ചുമ്മാ ഓഫ് റോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഞാനും ഉണ്ട്, വരുണുണ്ട്, പിന്നെ ക്യാമറമാൻ ഗോപാൽജി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് വില്ലീസ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? അതായത് വില്ലീസിൽ എന്തെങ്കിലും യെസ് ഗൈസ്, നമ്മൾ വില്ലീസിൻ്റെ സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് ഇത് കണ്ടോ, സ്റ്റോക്ക് ടയർ ഇത്രേ ഉള്ളൂ. ഇത്ര നേരിയ സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് നമ്മളിത് നമ്മുടെ മഷീഗൻ്റെ ടയർ എടുത്തിട്ട് അങ്ങ് ഇട്ട് വേറൊരു ലുക്കായിട്ടോ സാധനം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ എന്താ പറയുക, ഈ ടയർ ലൈക്ക് ചെയ്തവർ കമൻറ്റിൽ പറ ഇതെങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അതാണോ ഈ ടയറാണോ ബെറ്റർ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ. ഇപ്പോൾ ഇതൊരു എന്താ പറയുക, മറ്റേ നമ്മൾ ഈ ചില വീഡിയോസിലൊക്കെ കാണത്തില്ലേ, കുറേ കഴുത്തിൽ മറ്റേ സ്വർണ്ണവട്ടമൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാർ, അവരുടെ ഒരു വണ്ടി പോലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മഷീകളിൽ നമ്മൾ അലോയ്സ് ഇട്ട് ഇതുണ്ടോ, അലോയ്സും കുറച്ച് വിട്ട് കൂടിയ ടയറും ഇട്ട്. അപ്പോൾ ഇതൊരു മാസ് ലുക്കായിട്ടുണ്ട്. അങ്ങനെ സ്ട്രേറ്റ് നോക്കുമ്പോൾ തന്നെ ടയറിൻ്റെ വിട്ട് കാര്യങ്ങളൊക്കെ കണ്ടോ, സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ രണ്ടിൻ്റെ ടയർ അങ്ങ് മാറി. ഇന്നലെ രാത്രി അങ്ങ് ടയർ മാറി. പക്ഷേ ഇത് വെച്ചിട്ട് അത്ര പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ടയർ ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഓഫ് റോഡ് പോകുന്നുണ്ട്. ഓഫ് റോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ 2 വണ്ടിയായിട്ട് അങ്ങ് ഇറങ്ങി. നമ്മൾ ഇതിനകത്ത് അപ്ഗ്രേഡ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനകത്തെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്, ഇലക്ട്രോണിക്സ് എല്ലാം. ആകെ ഈ ടയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ESC മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ടയർ, അലോയ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഈ വണ്ടിയൊക്കെ എടുത്തൊന്ന് ഓടിക്കാൻ പോകാം ഗൈസ്. എൻ്റെ ഫേവറേറ്റ് FMSൻ്റെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാട്ടത് ഇത് മഷീഗൻ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എൻ്റെ മൈൻഡിൽ നമ്മുടെ മഹീന്ദ്രയുടെ ജീപ്പ് പോലെ വൈറ്റ് അടിച്ചിട്ട് ആ ഒരു വൈബ് ആക്കിയാലെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മുടെ MM540 ഇല്ലേ, 540 പോലെ നമ്മൾ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ജീപ്പ് ഏതാണെന്നറിയോ? ജീപ്പ് കമ്പനിയുടെ ജുറാസിക് പാർക്ക് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഓപ്പൺ ടൈപ്പ് ജീപ്പ് ഉണ്ട്. ഇവിടെ ജുറാസിക് പാർക്ക് എന്നൊക്കെ അടിച്ചിട്ട് ഒരു ജീപ്പ് ഉണ്ട് ആ ഒരു മൂവിക്കകത്ത്. ആ സെയിം സാധനമാണ് ഈ വണ്ടി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടി പോലെയൊക്കെ തോന്നും. പക്ഷേ വേറെ വൈബാണ് ഗൈസ്. അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റബിളാണ്. നമ്മുടെ ഇതിൻ്റെ കുറച്ചും കൂടി വിട്ട് ഭയങ്കര വണ്ണമുള്ള സസ്പെൻഷനും ഇതിൻ്റെ കുറച്ച് നേരിയ സസ്പെൻഷനാണ്. പക്ഷേ കുഴപ്പമില്ല, എല്ലാം പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. പിന്നെ ഇത് ഹൈറ്റ് നമുക്ക് കൂട്ടാം. ഇത് ഹൈറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഗൈസ്, വില്ലീസ് നമ്മളെന്തായാലും പെയിൻ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ടീമിൽ ഓൾറെഡി ഒരു വില്ലീസ് വേറെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ വില്ലീസ് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവൻ്റെ മോഡിഫിക്കേഷൻ എന്തായാലും ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റൈഡിന് പോകാം ഗൈസ്. ആ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ? ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു 10 വണ്ടിയൊക്കെ ഈ ചില വീഡിയോസിലൊക്കെ കാണാം. ഈ നേപ്പാളിക്കാരും ചൈനക്കാരൊക്കെ കുറേ 10 ടീമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഭയങ്കര രസം. അത് നമ്മുടെ കമ്മ്യൂണിറ്റി വളരട്ടെ, വളർന്ന് ഒരുപാട് ആൾക്കാർ വരട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മുടെ വണ്ടി അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നല്ല ചെളി കൂടെ ആട്ടോ വരാൻ പോകുന്നത്. കറക്റ്റ് നമ്മുടെ ആ മഹീന്ദ്രയുടെ വണ്ടിയൊക്കെ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസം. കട്ടച്ചെളി. വില്ലീസൊക്കെ മൂട്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. മഴയും ഈ കാർ ഓടിക്കലും ഭയങ്കര രസം കേട്ടോ. ഭയങ്കര വൈബാണ്. നല്ല കട്ട ചെളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിച്ച് നമ്മൾ ഇവിടെ അതെ ഇത് കണ്ടോ, നല്ല കിട്ടിലും ചെളിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ വില്ലീസ് ടയറൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് മൂടായിട്ടോ. ഇനി ഇതിനകത്തൊരു ആളെയും കൂടി വെക്കണം. നമുക്ക് അതിലും വെക്കണം. കണ്ടോ, ചെളി ഗൈസ്, നല്ല കട്ട ചെളി.
ഇത് ഇതങ്ങനെ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മഷീകൻ്റെ ഒരു ചെറിയ പണി കിട്ടി. മഷീകൻ്റെ ഇവിടെ ഈ ആക്സിലില്ലേ, ഈ ആക്സിലിൻ്റെ ഈ ഒരു ത്രെഡ് പോയി. കാരണം എന്ന് വെച്ചാൽ ബാക്ക് വീൽ എവിടെയോ കുടുങ്ങിയപ്പോഴത്തേക്കും ത്രോട്ടിൽ കൊടുത്തപ്പോഴത്തേക്കും ഈ സാധനം പവർ ഇവിടെ വന്ന് ഈ ത്രെഡ് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് ഇനി വാങ്ങണം ഗൈസ്. അപ്പോൾ ഈ ഒരു ത്രെഡ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പണി മഷീകൻ്റെ കിട്ടി. പക്ഷേ വേറെ സീനൊന്നുമില്ല. അതെ, ഇപ്പോൾ നമ്മുടെ 2 വണ്ടി ഇങ്ങനെ ചെളിയിൽ കുളിച്ചിരിക്കുന്നുണ്ട്. ഇനി പിന്നെ വീട്ടിൽ പോയിട്ട് കഴുകണം. പലരും ചോദിക്കുന്നുണ്ട് ഇത് വാഷ് ചെയ്യണം എങ്ങനെയാണ് ഗൈസ്. എൻ്റെ ഗരാജ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അത് ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചുതരാം ഈ വണ്ടികൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, വണ്ടികൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന പരിപാടികളെല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ മഴ പെയ്യാൻ പോകുന്നു. ഞങ്ങളിത് ഇവിടെ ഉണ്ടോ ഹെലിയും കാര്യങ്ങളൊക്കെ ഫ്ലൈ ചെയ്യുന്ന മിക്ക വീഡിയോസും ഇവിടെ എടുക്കുന്നത് കാരണം കുറച്ച് സമാധാനമുള്ളതുകൊണ്ട്. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.